നാട്ടുകാർ എന്ത് ധൈര്യത്തിലാണ് സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ പോവുക? ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിരന്തരമായി വിവാദത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചികിത്സാ പിഴവ് എന്നെന്നും വാർത്തയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴതാ 6ാം വിരൽ മാറ്റാൻ വേണ്ടിയിട്ട്, അത് മുറിച്ചു മാറ്റുവാൻ വേണ്ടി ഒരു ശസ്ത്രക്രിയക്കായിട്ട് അവിടേക്ക് പോയ ഒരു 4 വയസ്സുകാരി, ആ വയസ്സുകാരിയുടെ കൈയല്ല മുറിച്ചത്, പകരം നാവിലാണ് അവർ ശസ്ത്രക്രിയ നടത്തിയത്. ഈ ഡോക്ടർമാർക്കാണോ യഥാർത്ഥത്തിൽ ചികിത്സ വേണ്ടത്? ഇവർക്കൊക്കെ എന്താ ഈ സംഭവിക്കുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടിക്കടി വിവാദക്കാറ്റിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ICUവിൽ രോഗിക്ക് റേപ്പ് വരെ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അതുപോലെ ശ്രദ്ധയിൽ വന്നതാണ്. ഹർഷീന എന്ന ഒരു രോഗിയുടെ ആമാശയത്തിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കത്രിക വെച്ച് മറന്നുപോയി. അതിന് ആ രോഗി പിന്നീട് അവിടെ സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നു, നടപടി ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളൊന്നും സുഖകരമല്ല. എന്താണ് അവിടെ പിഴയ്ക്കുന്നത്? ഇതിനൊരു മേൽനോട്ടവുമില്ലേ? ഒരു നാഥനില്ല കളരിയാണോ കോഴിക്കോട് മെഡിക്കൽ കോളേജ്? കേരളത്തിലെ ഏറ്റവും മികച്ച 2ാമത്തെ മെഡിക്കൽ കോളേജ് ആണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഗവൺമെൻറ് ഉടമയിൽ കേരളത്തിൽ 2ാമത് തുടങ്ങിയ മെഡിക്കൽ കോളേജുമാണ്. അപ്പോൾ അവിടെ പ്രവേശനം കിട്ടുക എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു വലിയ സ്വപ്നമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ MBBS ടെസ്റ്റ് എഴുതി റാങ്കിൽ വരുന്ന കുട്ടികളുടെ 2ാമത്തെ ചോയ്സാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. മാത്രമല്ല മലബാർ പ്രദേശത്തുള്ളവരുടെ ആദ്യത്തെ ചോയ്സുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവിടുത്തെ അക്കാഡമിക് നിലവാരമൊക്കെ പ്രശസ്തവും അവിടുത്തെ ചികിത്സാ സംവിധാനവും ചികിത്സാ സൗകര്യങ്ങളുമൊക്കെ മികച്ചതും ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോഴേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അടുത്ത കാലത്തായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഒരുപാട് വിവാദങ്ങൾ വരുന്നു? ഇപ്പോൾ ഒരു 4 വയസ്സുകാരി, അതായത് ആ കോഴിക്കോട്ടെ ചെറുവണ്ണൂർ മധുര ബസാറിനടുത്തുള്ള ഒരു 4 വയസ്സുകാരി കുട്ടിക്കാണ് ഒരു കയ്യിൽ അതിന് 6 വിരൽ വന്നു. അത് ഒന്ന് ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാമെന്ന് ഡോക്ടർ ഉപദേശിച്ച പ്രകാരം അവിടുത്തെ മദർ ആൻഡ് ചൈൽഡ് വാർഡിൽ അതിനെ പ്രവേശിച്ച് മാതൃശിശു വിഭാഗത്തിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അതിനെ അഡ്മിറ്റ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ശസ്ത്രക്രിയ നടന്നപ്പോൾ ആ വിരൽ അതിൻ്റെ ഈ വീട്ടുകാർ ശരിക്കും അതിശയിച്ചു പോയി. കാരണം ഈ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഈ പുറത്തേക്ക് വരുമ്പോൾ ഈ കൈവിരലേക്കൊന്ന് നോക്കിയപ്പോൾ ആ വിരൽ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പകരം മുഖത്തേക്ക് നോക്കിയപ്പം ഈ നാവിൻ്റെ ഭാഗത്തും ഒക്കെ പഞ്ഞിക്കെട്ടും ഇതൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പോഴേ ഇവർ ചോദിച്ചു, ഇതെന്താ ഈ സംഭവം, എന്താണ്, കൈയല്ലേ നിങ്ങൾ മുറിച്ചത്, നാവിലേക്കാണോ ശസ്ത്രക്രിയ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അത് മാറിപ്പോയി കേട്ടോ. വളരെ ചിരിച്ചുകൊണ്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ നഴ്സുമാർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. നഴ്സുമാരാണോ അതിന്? ആ ഡോക്ടർ ഒരു മറുപടി പറയണ്ടേ? ഡോക്ടർ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ മാപ്പ് പറഞ്ഞു. പക്ഷേ അതിനുശേഷം അവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിൻ്റെ വിശദീകരണം വേറെ രീതിയിലാണ്. അതിൻ്റെ ആ കുട്ടിയുടെ നാവിനും കുഴപ്പമുണ്ടായിരുന്നു. ആ കാര്യം അതിൻ്റെ പേരൻസിനെ, മാതാപിതാക്കളെ അറിയിക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ മാതാപിതാക്കൾ പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, നാവിന് യാതൊരു കുഴപ്പമില്ല. അല്ല, അപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ ഒരു മുട്ടിന്യായം കൊണ്ടുവരികയായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വരണ്ടേ? അപ്പോൾ ഇതേപ്പറ്റി ഒരു വലിയ അന്വേഷണത്തിന് മന്ത്രി വീണ ജോർജ് ഉത്തരവിടേണ്ടതാണ്. അല്ല, എന്നാലും സാർ, ഇത് വളരെ ഗുരുതരമായിട്ടൊരു വീഴ്ചയാണ്. ഒരു നമ്മുടെ ജീവന് വേണ്ടി അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളൊരു ആശുപത്രിയിലേക്ക് പോകുന്നത്. ആ ആശുപത്രിയെ പോലും നമുക്ക്, അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിനെ പോലും നമുക്ക് അവിശ്വസിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരു ഗതികേടാണ് ശരിക്കും ജനങ്ങളുടെ. ഈ ഡോക്ടർമാരുടെ ഒരു പ്രൊഫഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും വലിയ മഹനീയമായ ഒരു സ്ഥാനമാണ് കൽപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇത്തരം പിഴവുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു നോട്ടപ്പിശകാണോ, എന്താണ് പറ്റിയതെന്ന് ആ ഡോക്ടറുടെ വിശദീകരണവും കൂടി വരേണ്ടതുണ്ട്. ഇതിനകത്ത് വേറൊരു രസമുള്ള സംഗതി ഞാൻ ശ്രദ്ധിച്ചത്, സാധാരണഗതിയിൽ ഒരു നാവിൻ്റെ സർജറി നടത്തുകയാണെങ്കിൽ അത് ഒരു ENT സ്പെഷ്യലിസ്റ്റാണ് നോക്കുക സാധാരണഗതി. അപ്പം അത് വരാതെ ഒരു ഓറൽ സർജറി എങ്ങനെ നടത്താൻ ഇടയായി. പിന്നെ കയ്യിലെ അസ്ഥി രോഗവിദഗ്ധനാണ് കയ്യിലെ ശസ്ത്രക്രിയ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഇതൊക്കെ ഒരു ജനറൽ സർജൻ ചെയ്തതുമാകാം, ഈ പീഡിയാട്രിക് സർജനും ചെയ്തതുമാകാം.
പക്ഷേ അത് മെഡിക്കൽ രംഗത്തുള്ള സാങ്കേതിക വിദഗ്ധരും അതിൻ്റെ എക്സ്പേർട്സുകൾ പറയട്ടെ. പക്ഷേ നമുക്ക് പൊതുജനങ്ങൾക്കുള്ള ഒരു സാമാന്യ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സംശയം ഉന്നയിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? വിരൽ ശസ്ത്രക്രിയയ്ക്ക് പോയ ഒരു കുട്ടിക്ക് നാവിൽ ശസ്ത്രക്രിയ ചെയ്യാൻ അതിന് നാവിന് എന്തെങ്കിലും തകരാറുണ്ടോ? അല്ലെങ്കിൽ നാവിന് അസുഖവുമായി വേറെ ഏതെങ്കിലും കുട്ടി അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നോ? അങ്ങനെ ആളിൻ്റെ പേര് മാറുകയോ രേഖ അങ്ങനെ അതൊക്കെയാണ് ഇനി അന്വേഷണത്തിൽ വരേണ്ടത്. അപ്പോൾ ഇതിലേതായാലും ഭീകരമായ ഒരു അശ്രദ്ധയും ഒരു പിഴവുമുണ്ട്. അത് ചെയ്തത് ഡോക്ടറാണോ നഴ്സാണോ ഏത് വിഭാഗത്തിൽ നിന്നാണ്? ചിലപ്പം ആൾ മാറി ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. കണ്ണിന് ഓപ്പറേഷന് പോയവർക്ക് കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇടതുകാലിന് ശസ്ത്രക്രിയ ചെയ്ത ആളിൻ്റെ വലതുകാല് പിന്നെ മാറി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് പല സംഭവങ്ങളും. അപ്പോൾ തിരക്കിനിടയിൽ വരുന്ന ഒരു നോട്ടപ്പിശക്, ഏതെങ്കിലും രോഗിയെ ശസ്ത്രക്രിയയ്ക്കായി സജ്ജീകരിച്ച് കിടത്തുമ്പോൾ മാറിപ്പോകാം. അങ്ങനെയൊക്കെ തിരക്കിലൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഒരു സംഭവം നമ്മൾ വളരെ റെയറാണ്. പക്ഷേ ഗവൺമെൻറ് ഏതായാലും ഇതേപ്പറ്റി അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് യഥാർത്ഥത്തിൽ എവിടെയാണ് പിഴവ് സംഭവിച്ചത്. ഇത് തീർച്ചയായിട്ടും ഒരു മെഡിക്കോ ലീഗൽ പ്രശ്നം ഇതിനകത്ത് ഉയർന്നു വരും. ഇത് ചികിത്സാ പിഴവിലെ എതിരെ ഡോക്ടർക്കും ആശുപത്രിക്കും അവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനും നഴ്സുമാർക്കും എതിരെയൊക്കെ കേസ് വരാം. അപ്പോൾ അതിനവർ സമാധാനം പറഞ്ഞേ പറ്റൂ. നാളെ ജനശ്രദ്ധയിൽ വരുമ്പോൾ ജനരോഷത്തെ നേരിടുകയും വേണം. ആ കുട്ടിക്ക് എന്തെങ്കിലും നാവിനെന്തെങ്കിലും പിഴവ് വന്നാൽ അതിന് സമാധാനം പറയണ്ടേ? അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അതേസമയം തന്നെ നമ്മളുടെ ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് കൃത്യമായും സമയോചിതമായും പറ്റിയ ചികിത്സ കിട്ടാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അല്ല, ആരോഗ്യ രംഗത്ത് കേരളം വലിയ ഉന്നതി കൈവരിച്ചു എന്നൊക്കെയല്ലേ പറയുന്നത്? അല്ല, അതൊക്കെ വേറെ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ചില താരതമ്യ പഠനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആരോഗ്യ ചികിത്സാരംഗം അന്യൂനമാണെന്നും ലോകോത്തരമാണെന്നും ഒക്കെ പറയുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ പോയി. നമ്മളെക്കാളൊക്കെ ബെറ്റർ ട്രീറ്റ്മെൻറ്റും ബെറ്റർ മെഡിക്കൽ കെയറും കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ വേറെയുണ്ട്. പക്ഷേ പൊതുജനാരോഗ്യ പരിപാലനത്തിൽ, ശുചിത്വ പരിപാലനത്തിലൊക്കെ കേരളം അല്പം ബെറ്റർ ആകുന്നതിൻ്റെ കാരണം സ്ത്രീ വിദ്യാഭ്യാസം, ജനങ്ങളുടെ ബോധം നിലവാരം ഉയർന്നത്, പിന്നെ പൊല്യൂഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. അങ്ങനെയൊക്കെ വരുന്ന ചില സൗകര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. അത് ചികിത്സകന്മാരുടെ മിടുക്ക് കൊണ്ട് മാത്രമല്ല. ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴും ഡോക്ടർമാരുടെ എണ്ണം നമ്മുടെ നാട്ടിലും കുറവാണ്. ഇത്ര രോഗി ഡോക്ടർ അനുപാതം വളരെ കുറവാണ്. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുന്നുമില്ല. ഗവൺമെൻറ് ഡോക്ടർമാരെ നിയമിക്കാതായിട്ട് എത്ര നാളായെന്നറിയാം. എത്രയോ വേക്കൻസികൾ സർക്കാർ ആശുപത്രികളിൽ നികത്തപ്പെടാതെ കിടക്കുന്നു. ഇത് ഞാൻ ഡോക്ടർമാരുടെ ന്യായീകരിക്കാനും ഈ പിഴവിനെ ന്യായീകരിക്കാനും പറയുകയല്ല. എല്ലാ ഗവൺമെൻറ് സർവീസിലും മെഡിക്കൽ കോളേജുകളിലുള്ള ഡോക്ടേഴ്സിൻ്റെ ജോലിഭാരം വളരെ കൂടുതലാണ്. അവർക്കൊരാൾക്ക് ഒരു ദിവസം കൊണ്ടോ ഏതാനും മണിക്കൂർ കൊണ്ടോ ചെയ്തു തീർക്കാൻ ആവുന്നതിനേക്കാൾ 10 ഇരട്ടി ജോലിയാണ് അവരെ കാത്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ആയിരിക്കും ചില ഒരുപാട് പിഴവുകളൊക്കെ സംഭവിക്കാനുള്ള സാഹചര്യം. ഗവൺമെൻറ് നിലവിലുള്ള വേക്കൻസികൾ പോലും നികത്തുന്നില്ല. എല്ലാ സ്പെഷ്യാലിറ്റി ഏരിയയിലും മെഡിക്കൽ കോളേജുകളിൽ വേക്കൻസി ഉണ്ട്, നിയമനം നടക്കുന്നില്ല. അടിക്കടി പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രൈവറ്റ് സെക്ടറിലും ഗവൺമെൻറ് സെക്ടറിലും വരുന്നുണ്ട്. ഈ വരുന്ന കോളേജുകളിലേക്കൊക്കെ നിലവിലുള്ള കോളേജുകളിൽ നിന്ന് സീനിയേഴ്സിനെ വിന്യസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന വേക്കൻസികളിലും നിയമനം നടക്കുന്നില്ല. ഈ PSC ഡോക്ടർമാരെ നിയമിച്ചിട്ട് വർഷങ്ങളായി. ഈ അടുത്ത കാലത്താണ് ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ഇനി അതിൻ്റെ ടെസ്റ്റൊക്കെ നടത്തി ഇൻ്റർവ്യൂ നടത്തി നിയമനം നടക്കുമ്പോഴേക്കും വർഷം എത്ര കഴിയും? അപ്പോഴേക്കും ഇത്രയും ഈ ഡോക്ടർമാരുടെ അഭാവം മൂലം ഉണ്ടാകുന്ന ഗതികേട് ജനങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അത് സ്വകാര്യ
പിന്നെ ആശുപത്രികൾക്കൊരു ചൂഷണ രംഗവുമായി മാറും. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാൻ ആഗ്രഹമുണ്ട്. അത് നമ്മുടെ ചികിത്സാ രംഗത്ത് എന്നെല്ലാം ഇടതുപക്ഷം ഭരണത്തിൽ വരുന്നു അന്നെല്ലാം ഡോക്ടർമാരും ഗവൺമെൻറ്റും തമ്മിൽ ഒരു ശീതസമരം ഉയരാറുണ്ട്. എപ്പോഴും ഉണ്ട്. അത് മനഃപൂർവ്വമല്ലെന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു കാരണവുമുണ്ട്. ആ കാരണവും നമുക്കറിയാം. ഡോക്ടർമാരും ചികിത്സകന്മാരും ഗവൺമെൻറ്റും തമ്മിൽ എപ്പോഴും ഇടഞ്ഞു നിൽക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് മികച്ച ഡോക്ടർമാർ ഗവൺമെൻറ് സർവീസിൽ നിന്ന് സ്വമേധയാ വിട്ടുപോകുന്നെങ്കിലാകട്ടെ. അങ്ങനെ ആ വിട്ടുപോകുന്ന ഡോക്ടർമാരെ ഉൾക്കൊള്ളാൻ ഇവിടെ സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളും വമ്പിച്ച ഓഫറുകളുമായിട്ട് കാത്തിരിപ്പുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ നടത്തുന്ന ഒരു സംഘടനയുണ്ട്. ഏതാണ് ആ സംഘടന? CPM. CPMന് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും മൺമറഞ്ഞ നേതാക്കന്മാരുടെ പേരിൽ ആശുപത്രികളുണ്ട്. EMS ആശുപത്രി, AKG ആശുപത്രി, AP വർക്കി ആശുപത്രി, NS ശ്രീധരൻ മെമ്മോറിയൽ ആശുപത്രി, അങ്ങനെ മിക്കവാറും എല്ലാ ജില്ലകളിലും നോക്കൂ. പിന്നെ സഹകരണ ആശുപത്രി എന്ന പേരിൽ CPM നിയന്ത്രിക്കുന്ന മെഡിക്കൽ കോളേജ് അടക്കമുണ്ട് കേരളത്തിൽ, പരിയാരം മെഡിക്കൽ കോളേജ്. അപ്പോൾ സ്വകാര്യ ആശുപത്രികളുടെ നിലനിൽപ്പും വളർച്ചയും CPMൻ്റെ സ്റ്റേറ്റിലെ CPMൻ്റെ ഒരു ഗൂഢ പദ്ധതിയാണ്. അപ്പോൾ പൊതുജനാരോഗ്യം മെച്ചപ്പെടേണ്ട ഗവൺമെൻറ് സെക്ടറിലുള്ള ചികിത്സാ സംവിധാനം ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ അവരനുവദിക്കത്തില്ല. അവിടെ അസംതൃപ്തി ഉണ്ടാക്കും. അവിടെ നിന്ന് പിന്നെ ചികിത്സ തേടി ചെല്ലുന്ന സാധാരണക്കാരെ അകറ്റി നിർത്താനുള്ള സൗകര്യങ്ങളായിരിക്കും അവിടെ ചെയ്യുക. ഇതൊരു ഗൂഢാലോചനയാണ്. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രി, പാർട്ടി നിയന്ത്രിക്കുന്ന ഈ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ സൗജന്യമൊന്നുമല്ല. ഏത് കഴുത്തറപ്പൻ ആശുപത്രികളുടെയും ചികിത്സാ വ്യവസ്ഥയും ചെലവുമാണ് അവിടെയും. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിൽ നിങ്ങൾക്കൊരു സ്കാൻ പുറത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചെലവിലെടുക്കാൻ പറ്റുമോ? കണ്ണൂർ AKG മെമ്മോറിയൽ ആശുപത്രിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് സൗജന്യ ചികിത്സ കിട്ടുമോ? അങ്ങനെ കേരളത്തിലെ എല്ലാ പാർട്ടി കൺട്രോൾഡ് ഹോസ്പിറ്റൽ. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രി രംഗത്ത് ഒരു മുതലാളിയാണ് കേരളത്തിലെ CPM. അതുകൊണ്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജായാലും കേരളത്തിലെ ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും ഗവൺമെൻറ് ഉടമയിലുള്ള ചികിത്സാ സംവിധാനം മെച്ചപ്പെട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഗവൺമെൻറ്റിന് തന്നെ ആഗ്രഹമില്ല എന്ന് വേണം. അതിന് പറ്റിയ മന്ത്രിയെയും സംവിധാനത്തെയും ആരോഗ്യവകുപ്പിനെയായിരിക്കും അവർ വെച്ചിരിക്കുക. ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമാണ് കേരളം നടത്തുന്നതെന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുമെങ്കിലും നമ്മുടെ മന്ത്രിമാരും ഈവൻ മുഖ്യമന്ത്രി പോലും ഒരു ചികിത്സയ്ക്കായിട്ട് പോകുന്നത് അങ്ങ് കുത്തക അമേരിക്കയിലേക്കാണ്. അതാണ് അത് കേരളത്തിലെ ചികിത്സാ സംവിധാനം കുറ്റമറ്റതും മാതൃകാപരവും ആണെന്ന് പ്രസംഗിക്കുകയും ഈ പ്രസംഗിക്കുന്ന ആൾ പോലും ഇവിടെ ഒരു പിന്നെ ശനിപാത ജ്വരം വന്നാൽ പോലും ഇവിടെ ചികിത്സിക്കുകയും ചെയ്യില്ല. ഇവിടെ ഏത് ജില്ലാ ആശുപത്രിയിൽ പോലും ചെയ്യാവുന്ന ഒരു ചെറിയ ശസ്ത്രക്രിയയ്ക്ക് വേണമെങ്കിൽ അമേരിക്കയിലെ റോച്ചസ്റ്റർ സർവകലാശാലയുടെ കീഴിലുള്ള മിയാമിയിലൊക്കെ പോകും. ഇതാണ് ഇവിടുത്തെ സംവിധാനം. കാരണം ഇങ്ങനെയുള്ള വാർത്തകളല്ലേ പുറത്തു വരുന്നത്. കൈ മുറിക്കാൻ ചെന്ന ആൾക്ക് നാവിന് ശസ്ത്രക്രിയ എന്നൊക്കെ. അപ്പം എങ്ങനെ ജനങ്ങൾക്കും വിശ്വാസം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അത് ഇത് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ പറ്റില്ല. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഗവൺമെൻറ് കൃത്യമായി ഉത്തരം പറയണം. ഇത് അന്വേഷിക്കണം. എന്തായാലും പാവപ്പെട്ട ഒരു രോഗി, ഒരു 4 വയസ്സുകാരി കുട്ടിയുടെ കൈക്ക് പകരം നാവ് മുറിച്ച് കളഞ്ഞ സംഭവമാണ്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധികൃതർക്കും ഡോക്ടർമാർക്കും ചികിത്സ അത്യാവശ്യമാണ്. ശരി.